യോബ് അധ്യായം 5. വിളിച്ചു നോക്കുക, ഉത്തരം പറയുന്നവനുണ്ടോ? നീ വിശുദ്ധന്മാരിൽ ആരെ ശരണം പ്രാപിക്കും? ഈരസംഭോഷനെ കൊല്ലുന്നു, ഈർഷ്യാമൂഢനെ ഹിംസിക്കുന്നു. മൂഢൻ വരുന്നത് ഞാൻ കണ്ടു, ക്ഷണത്തിൽ അവന്റെ പാർപ്പിടത്തെ നശിപ്പിച്ചു. അവന്റെ മക്കൾ രക്ഷയോടെ വന്നിരിക്കുന്നു, അവർ രക്ഷകനില്ലാതെ വാതിൽക്കൽ വെച്ച് തകർന്നു പോകുന്നു. അവന്റെ വിളവ് വിശപ്പുള്ളവൻ തിന്നുകളയും, മുള്ളുകളിൽ നിന്ന് അതിനെ പറിച്ചെടുക്കും. അവരുടെ സമ്പത്ത് ദാഹമുള്ളവർ കപ്പിക്കളയും. നൃത്തം ഉത്ഭവിക്കുന്നത് പൂഴിയിൽ നിന്നല്ല, കഷ്ടത മുളയ്ക്കുന്നത് നിലത്തു നിന്നുമല്ല. തീപ്പൊരി ഉയരെ പറക്കും പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. ഞാനോ ദൈവത്തിങ്കിലേക്ക് നോക്കുമായിരുന്നു, എന്റെ കാര്യം ദൈവത്തിങ്കൽ ഏൽപ്പിക്കുമായിരുന്നു. അവൻ ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങളും അസംഖ്യമായ അത്ഭുതങ്ങളും ചെയ്യുന്നു. അവൻ ഭൂതലത്തെ മഴ പെയ്യ്ക്കുന്നു, വയലുകളിലേക്ക് വെള്ളം വിടുന്നു. അവൻ താണവരെ ഉയർത്തുന്നു, ദുഃഖിക്കുന്നവരെ രക്ഷയിലേക്ക് കയറ്റുന്നു. അവൻ ഉപായികളുടെ സൂത്രങ്ങളെ അബദ്ധമാക്കുന്നു, അവരുടെ കൈകൾ കാര്യം സാധിപ്പിക്കുകയുമില്ല. അവൻ ജ്ഞാനികളെ അവരുടെ കൗശലത്തെ പിടിക്കുന്നു, വക്രബുദ്ധികളുടെ ആലോചന മറിഞ്ഞു പോകുന്നു. പകൽ സമയത്ത് അവർക്ക് ഇരുൾ നേരിടുന്നു, ഉച്ചസമയത്ത് അവർ രാത്രിയിൽ നിന്നുപോലെ തപ്പി നടക്കുന്നു. അവൻ ദരിദ്രനെ അവരുടെ വായെന്ന വാളിൽ നിന്നും ബലവാന്റെ കയ്യിൽ നിന്നും രക്ഷിക്കുന്നു. അങ്ങനെ എളിയവനും പ്രത്യാശയുണ്ട്, നീതികെട്ടവനോ വായ് പൊത്തുന്നു. ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സർവ്വശക്തന്റെ ശിക്ഷ നീ നിരസിക്കരുത്. അവൻ മുറിവേൽപ്പിക്കുകയും മുറികെട്ടുകയും ചെയ്യുന്നു, അവൻ ചതയ്ക്കുകയും തൃക്കയെ പൊറിപ്പിക്കുകയും ചെയ്യുന്നു. അവരുടെ കഷ്ടതയിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും, ഏഴാമത്തേലും തിന്മ നിന്നെ തൊടുകയില്ല. ക്ഷാമകാലത്ത് അവൻ നിന്നെ മരണത്തിൽ നിന്നും യുദ്ധത്തിൽ വാളിന്റെ വെട്ടിൽ നിന്നും വിടുവിക്കും. നാവുന്ന ചമ്മട്ടിക്ക് നീ ഗുപ്തനാവും. നാശം വരുമ്പോൾ നീ ഭയപ്പെടുകയില്ല, നാശവും ക്ഷാമവും കണ്ട് നീ ചിരിക്കും. കാട്ടുമൃഗങ്ങളെ നീ പേടിക്കുകയില്ല, വയലിലെ കല്ലുകളോട് നിനക്ക് സഖ്യത ഉണ്ടാവും. കാട്ടിലെ മൃഗങ്ങൾ നിന്നോട് ഇണങ്ങിയിരിക്കും. നിന്റെ കൂടാരം നിർഭയം എന്ന് നീ അറിയും, നിന്റെ പാർപ്പിടം നീ പരിശോധിക്കും, ഒന്നും കാണാതിരിക്കുകയില്ല. നിന്റെ സന്താനം അസംഖ്യമെന്നും നിന്റെ പ്രജ നിലത്തെ പുല്ലുപോലെ എന്നും നീ അറിയും. തക്ക സമയത്ത് കറ്റക്കുമ്പാരം അടുക്കി വെക്കുന്ന പോലെ നീ പൂർണ്ണ വാർദ്ധക്യത്തിൽ കല്ലറയിൽ കിടക്കും. ഞങ്ങൾ അത് ആരാഞ്ഞു നോക്കി, അത് അങ്ങനെ തന്നെ ആകുന്നു. നീ അത് കേട്ട് ഗ്രഹിച്ചു കൊടുക്കാം.